വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്ന് ഞാൻ വീഡിയോ ചെയ്യുന്നത് സം ഫാക്ട്സ് അബൌട്ട് ഓസ്ട്രേലിയ പറയാൻ വേണ്ടിയാണ്. ഫസ്റ്റ് ഓഫ് ഓൾ വൺ ഫാക്ട് എന്ന് പറയുന്നത്, എല്ലാവരും എൻ്റെ അടുത്ത് കുറേ പാമ്പുണ്ട്, സ്പൈഡറുണ്ട്, കോക്രോച്ച് ഉണ്ട്, ഫുൾ ഇൻസെക്ട്സ് ആണ്, അയ്യോ അവിടെ ഒന്നും ജീവിക്കാനേ പറ്റത്തില്ല, വഴി കൂടെ കങ്കാരു ഓടി നടക്കും, ഇങ്ങനെ കുറേ ഫാക്ട്സ്, ഇങ്ങനെ കുറേ കാര്യങ്ങൾ, ഫാക്ട്സ് അല്ല കുറേ കാര്യങ്ങൾ ഞാനും ഇങ്ങോട്ട് വരുന്നതിന് മുന്നേ കുറേ പേര് എൻ്റെ അടുത്തും പറഞ്ഞിട്ടുണ്ട്. കുറേ പേര് എനിക്ക് റീൽസ് അയച്ചു തന്നിട്ടുണ്ടായിരുന്നു. അപ്പം ഞാൻ വിചാരിച്ചു അങ്ങനെയൊക്കെയാണോ? പക്ഷേ അങ്ങനെയല്ല ഓസ്ട്രേലിയ. ഞാനിവിടെ വന്നിട്ട് ഇതുവരെ പാമ്പിനെയൊന്നും ഇങ്ങനെ നമ്മൾ നടക്കുന്ന വഴിയിലോ ഒന്നും കണ്ടിട്ടില്ല. ഇൻസെക്ട്സിനെ നമ്മളെ വീട്ടിലോ എവിടെയും ഞാൻ കണ്ടിട്ടില്ല. ഈവൻ കങ്കാരുവിനെ ഞാൻ കണ്ടിട്ടുള്ളത് ഈ സൂവിലില്ലേ അവിടെ പോയപ്പോഴാണ് ഞാൻ കണ്ടിട്ടുള്ളത്. ഓസ്ട്രേലിയ അറിയപ്പെടുന്ന കങ്കാരു ലാൻഡ് എന്നാണല്ലോ. ഈവൻ അതൊന്നും സിറ്റിയിലൊന്നും നമ്മൾ കണ്ടിട്ടില്ല. നമ്മൾ ലോങ് ഡ്രൈവിൽ പോകത്തില്ല, അകത്തോട്ട് പോകുമ്പോൾ ഇങ്ങനെ ഓടുന്നത് നമുക്ക് ചിലപ്പോൾ കാണാൻ പറ്റും. അതും റോഡിലല്ല, അങ്ങ് ദൂരെ ചിലപ്പോൾ. അതും നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റത്തില്ല. ഇപ്പോൾ കാണാം, അവർ ഈ വഴി എപ്പോഴും പോവും, അങ്ങനെയൊന്നുമല്ല. അപ്പോൾ അതാണ് എനിക്ക് ഒരു ഫാക്റ്റ് പറയാനുള്ളത്. ഇവിടെ അങ്ങനെ നമുക്ക് ജീവിക്കാൻ പറ്റാത്ത ഒരു സാഹചര്യമുള്ള ഒരു കൺട്രി അല്ല. ഭയങ്കര സേഫാണ് ഇവിടെ, അങ്ങനെ പ്രശ്നമൊന്നുമില്ല. പിന്നെ രണ്ടാമത്തെ കാര്യം എന്താണെന്ന് വെച്ചാൽ, ഇവിടുത്തെ ഫാൻസിന് 2 മോഡുണ്ട്. അതായത് വിൻ്ററിൽ വിൻ്റർ മോഡ് ഓൺ ചെയ്യണം, സമ്മറിൽ സമ്മർ മോഡ് ഓൺ ചെയ്യണം. സമ്മർ മോഡിൽ നമ്മൾ സമ്മർ മോഡ് ഓൺ ചെയ്യുന്ന സമയത്ത് തണുത്ത കാറ്റും, വിൻ്റർ മോഡിൽ ചൂടുള്ള കാറ്റും ആണ് ഇവിടെ വരിക. അപ്പം അതെനിക്കൊരു കൊള്ളാലോ. അടുത്ത കാര്യം എന്താണെന്ന് വെച്ചാൽ, ഇവിടുത്തെ ഇലക്ട്രോണിക്സ് അപ്ലയൻസസ്, അതായത് നമ്മുടെ എയർ ഫ്രയർ, അവൻ, മിക്സി, ഗ്രൈൻഡർ, അങ്ങനത്തെ എല്ലാ സാധനങ്ങളും നമ്മൾ വാങ്ങി. ഇൻ കേസ് അത് കേടായി നമ്മൾ നാട്ടിലെന്താ ചെയ്യുക, ഇത് നന്നാക്കാൻ ആരെങ്കിലും തപ്പി നടക്കും. പക്ഷെ ഇവിടെ അതിൻ്റെ ആവശ്യമില്ല. നമ്മൾ ബില്ല് സേഫാക്കി വെക്കാം, എന്നിട്ട് ബിഗ് ഡബ്ല്യു എവിടുന്നാണ് നമ്മൾ വാങ്ങിയെന്ന് വെച്ചാൽ ആ ബില്ലോടെ കൊണ്ടു കൊടുക്കുക. അപ്പം തന്നെ അവർ നമ്മളോട് ചോദിക്കും, നിങ്ങൾക്ക് ക്യാഷാണോ വേണ്ടത്, അതോ വേറെ എന്തെങ്കിലും സാധനമാണോ എടുക്കേണ്ടത്, അതോ സെയിം സാധനമാണോ വേണ്ടത്. ഇത് നമ്മുടെ ഇഷ്ടമാണ്, നമുക്ക് ഇഷ്ടമുള്ള പോലെ നമുക്ക് സാധനങ്ങൾ എടുക്കാം, അല്ലെങ്കിൽ നമുക്ക് ക്യാഷ് തിരിച്ചു വാങ്ങാം. അതൊരു നല്ല കാര്യമല്ലേ? പുതിയ സാധനം തന്നെ നമുക്ക് തിരിച്ചു കിട്ടും വേണമെങ്കിൽ, അല്ലെങ്കിൽ അതേ കാശിന് നമുക്ക് 1, 2, 3 സാധനങ്ങൾ എടുക്കാം, കുറച്ചും കൂടെ പൈസ ഇട്ടിട്ട് വേണമെങ്കിൽ എടുക്കാം. അല്ലെങ്കിൽ ആ പൈസയേക്കാൾ കുറവാണ് നമ്മൾ എടുത്തെങ്കിൽ ബാക്കി പൈസ അവർ റിട്ടേൺ ചെയ്യും. അതൊരു നല്ല കാര്യമല്ലേ? പിന്നെ ഇവിടുത്തെ മെഡിക്കൽ കാര്യമാണ്. മെഡിക്കൽ കാര്യം എന്ന് വെച്ചാൽ, ഇവിടെ ജീവിക്കുന്ന എല്ലാവർക്കും മെഡിക്കൽ ഇൻഷുറൻസ് നിർബന്ധമാണ്. അത് ഡിപ്പെൻഡ് ഓൺ വിസയിൽ ഇൻഷുറൻസിൻ്റെ രീതികൾ മാറാറുണ്ട്. ചില വിസാസിന് നമുക്ക് ഇപ്പോൾ PR ഉള്ളവർക്ക് ആണെങ്കിൽ 20%, 30% മാത്രം കൊടുത്താൽ മതി. പക്ഷെ അല്ലാത്തവർക്ക് അങ്ങനെയല്ല, 40%, 60% കൊടുക്കണം. പക്ഷേ അതെന്തോ ആയാലും എല്ലാവർക്കും മെഡിക്കൽ ഇൻഷുറൻസ് ഉണ്ട്. എനിക്ക് തോന്നിയത് ഇതൊരു ഫ്യൂച്ചറിസ്റ്റിക് കൺട്രി ആയിട്ടാണ് എനിക്ക് തോന്നി. അതെന്താ ഞാൻ അങ്ങനെ പറഞ്ഞതെന്ന് വെച്ചാൽ, ഇവിടുത്തെ റോഡായാലും ഇവിടെ എന്ത് കൺസ്ട്രക്റ്റ് ചെയ്താലും അവർ ഫ്യൂച്ചറും കൂടെ നോക്കിയിട്ടാണ് കൺസ്ട്രക്ഷൻ ചെയ്യാറുള്ളത്. ഇപ്പോൾ റോഡൊക്കെ ആണെങ്കിൽ ഭയങ്കര വീതിയായിരിക്കും, നമുക്ക് ഓടിക്കളിക്കാൻ സ്ഥലമുണ്ടാവും, അല്ലെങ്കിൽ അങ്ങനത്തെ വീതി ഉണ്ടാവും. നമുക്ക് തോന്നും എന്തിന് ഇത്രയെന്ന്. പക്ഷെ അങ്ങനല്ല, പിന്നീട് അവർ അതിൽ ട്രാം സർവീസ് നടത്തും, അല്ലെങ്കിൽ റെയിൽവേ ഇതാക്കും, എന്തും ചെയ്യാൻ പറ്റും. അപ്പോൾ അവർ ഫ്യൂച്ചറും കൂടെ ചിന്തിച്ചിട്ടാണ് ഇവിടെ പല കാര്യങ്ങളും കൺസ്ട്രക്റ്റ് ചെയ്യാറുള്ളത്. അതെനിക്ക് ഭയങ്കര നല്ല കാര്യമായിട്ട് തന്നെ തോന്നി. പിന്നെ ഒരു ഫാക്റ്റ് എന്ന് പറയുന്നത് വെയിറ്റിംഗ് പീരീഡാണ്. നമ്മളിപ്പോൾ എന്തിനിവിടെ അപ്ലൈ ചെയ്താലും, ഐ എം ടോക്കിംഗ് അബൌട്ട് വിസ, സ്റ്റുഡൻറ്റ് വിസ ആവട്ടെ, PR ആവട്ടെ, സ്കിൽ അസസ്മെൻ്റ് ആവട്ടെ, എല്ലാത്തിനും ഒരു നിശ്ചിതമായ വെയിറ്റിംഗ് പീരീഡ് ഉണ്ടാവും. ചിലതിന് 3 months, ചിലതിന് 6 months, ചിലതിന് 1 year. അതിങ്ങനെ നീണ്ടുകൊണ്ടേയിരിക്കും. അപ്പം ഈ വെയിറ്റിംഗ് പീരീഡിൽ നമുക്ക് പ്രത്യേകിച്ച് ഒന്നും ചെയ്യാൻ പറ്റില്ല, വെയിറ്റ് ചെയ്തിരിക്കുക. അവർ റിസൾട്ട് വരുന്നവരെ നമ്മൾ വെയിറ്റ് ചെയ്യുക. ഇതിന് നമുക്ക് ആരോടും ചോദിക്കാനോ പറയാനോ ഒന്നും പറ്റില്ല. അപ്പോൾ അത്രയേ ഉള്ളൂ. ഇതാണ് കുറച്ച് ചിന്ന ഫാക്ട്സ് അബൌട്ട് ഓസ്ട്രേലിയ. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു. ബൈ. താങ്ക്സ് ഫോർ വാച്ചിങ്.